3 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിനായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ രാത്രിയോടെയാണ് അദ്ദേഹം റഷ്യയിൽ എത്തിച്ചേർന്നത്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി ചർച്ച നടത്തും. കൂടാതെ റഷ്യൻ നിർമ്മിത സ്റ്റെൽത്ത് യുദ്ധക്കപ്പലായ INS തുൽഷിന്റെ കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കുകയും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ചർച്ച നടത്തുകയും ചെയ്യും. റഷ്യൻ അംബാസഡർ വിനയ് കുമാറും റഷ്യൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി അലക്സാണ്ടർ ഫോമിനും ചേർന്നാണ് രാജ്നാഥ് സിംഗിനെ സ്വീകരിച്ചത്. റഷ്യൻ നിർമ്മിത INS തുഷ്ലിന്റെ കമ്മീഷനിംഗ് ഇന്ന് കലിനിൻഗ്രാഡിലെ യന്ത്ര ഷിപ്പ്യാർഡിൽ നടക്കും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ചടങ്ങിൽ രാജ്നാഥ് സിംഗിനെ അനുഗമിക്കും. സൈനിക വ്യവസായിക സഹകരണം ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം രാജ്നാഥ് സിംഗും ബൈലോസോവും അവലോകനം ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. നിലവിലുള്ള പ്രതിരോധ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിന് പുറമെ ലോകത്തിലെ ഏറ്റവും നൂതനമായി കണക്കാക്കപ്പെടുന്ന റഷ്യൻ S-400 ട്രൈഫ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ശേഷിക്കുന്ന 2 യൂണിറ്റുകളെക്കുറിച്ചുള്ള ചർച്ചകൾക്കാകും ഊന്നൽ നൽകുക. 2018 ഇന്ത്യയും റഷ്യയും $5.43 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചതോടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 5 യൂണിറ്റുകൾ ഇന്ത്യ കരസ്ഥമാക്കിയിരുന്നു. ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് രാജ്നാഥ് സിംഗിന്റെ യാത്ര. അതിനിടെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യ ആദ്യം മേക്ക് ഇൻ ഇന്ത്യ നയങ്ങളെ പ്രശംസിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയത്. 15ാമത് VTB റഷ്യ കോളിംഗ് നിക്ഷേപക വേദിയിലായിരുന്നു പുടിൻ പ്രശംസിച്ചത്. വളർച്ചയ്ക്ക് സുസ്ഥിരമായ അന്തരീക്ഷം വളർത്തിയെടുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഉപഭോക്തൃ സാമഗ്രികൾ, IT, ഹൈടെക്, കൃഷി തുടങ്ങിയ മേഖലകളിലെ പ്രാദേശിക റഷ്യൻ ഉൽപ്പാദകരുടെ വിജയം ചൂണ്ടിക്കാട്ടിയായിരുന്നു പുടിന്റെ പ്രസംഗം. വിപണിയിൽ നിന്ന് പുറത്തുപോയ പാശ്ചാത്യ ബ്രാൻഡുകൾക്ക് പകരമായി പുതിയ റഷ്യൻ ബ്രാൻഡുകൾ ഉയർന്നുവന്നതും പുടിൻ പ്രസംഗത്തിൽ പറഞ്ഞു.